ഡേ ടു ഡേ അല്ലെങ്കിൽ ഗിഫ്റ്റ് ലാൻഡ് പോലെയുള്ള വലിയൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തതിന് ശേഷം ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം നല്ല രൂപത്തിൽ ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണ്. ലിസ്റ്റ് ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോളും ഒരുപാട് മെസ്സേജാണ് ആ ഒരൊറ്റ വീഡിയോ എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് റിയൽ ആണോ, അങ്ങനെ നടക്കുമോ എന്നൊക്കെയാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ്. വീഡിയോ ഇതായിരുന്നു: ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തു, ആമസോണിൽ ലിസ്റ്റ് ചെയ്തു, ഓർഡർ വന്നു. ഓർഡർ വന്നതിന് ശേഷം മാത്രം ഞാൻ ലോക്കൽ മാർക്കറ്റിൽ പോയി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഡെലിവറി ചെയ്തു. ഈ ഒരു പ്രോസസ്സാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് സാധ്യമാകുക എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമസോൺ ബിസിനസ് റോഡ് മാപ്പ്. എങ്ങനെയാണ് ആമസോണിൽ ഒരു ബിസിനസ് ചെയ്യുക, അതിന് എന്തെല്ലാം വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കുന്നത്. സീറോ സ്റ്റോക്ക് ആണ്. സീറോ സ്റ്റോക്കിൽ എങ്ങനെയാണ് ആമസോണിൽ ബിസിനസ് ചെയ്യുക എന്നതാണ്. ഇതിൽ ഒരു സ്ലോഗൻ ഉണ്ട്: സെൽ മോർ ആൻഡ് ഗ്രോ യുവർ ആമസോൺ ബിസിനസ് ഇൻ യു എ. യു എയിൽ എല്ലാ ബിസിനസ്സും പോലെ ഇ കൊമേഴ്സിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒന്നാണ് ആമസോൺ. കഴിഞ്ഞ ജനുവരി മുതൽ ജൂലൈ വരെ ഏകദേശം 21 മില്യൺ ആളുകളാണ് ആമസോൺ എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ വിസിറ്റ് ചെയ്തത്. അതിൽ നിങ്ങളുടെ ബിസിനസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളാണ് പരിശോധിച്ച് നോക്കേണ്ടത്. എത്ര ഓർഡേഴ്സ് വന്നു, എത്ര ബിസിനസ് വന്നു എന്ന് നിങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ആമസോൺ സെല്ലർ റോഡ് മാപ്പ്. സീറോ സ്റ്റോക്കിൽ, സീറോ ഇൻവെൻട്രിയിൽ എങ്ങനെയാണ് നമുക്ക് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നതാണ്. കാരണം പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത് പ്രൊഡക്റ്റ് ഹണ്ടിങ്ങിലും പ്രൊഡക്റ്റ് പർച്ചേസിങ്ങിലും, പ്രൊഡക്റ്റ് എവിടെ നിന്നാണ് കിട്ടാം എന്നൊക്കെയുള്ള വളരെ ആലോചിച്ച് നിന്നിട്ട് ഒരു ബിസിനസ്സും ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കോളുകളും ചാറ്റിങ്ങുകളും വരാറുണ്ട്: ഇവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടും, ഇവിടുന്ന് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ള. അത് ഒരു ഇന്നത്തെ ഒരു വീഡിയോയിലോട് കൂടി ആ ഒരു ഡൗട്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ആക്കാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിന് ആമസോൺ സെല്ലർ റോഡ് മാപ്പ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ആമസോൺ സെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമുക്ക് ഒരു ട്രേഡിംഗ് ലൈസൻസ് ആവശ്യമാണ്. സാധാരണ ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു ട്രേഡ് ലൈസൻസ് വേണം. അതുപോലെ ആമസോൺ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ട്രേഡ് ലൈസൻസ് നിർബന്ധമാണ്. അത് ഈ ട്രേഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ സോൺ അല്ലെങ്കിൽ മെയിലാൻഡ്, ഇത് ഏത് മൂന്ന് ലൈസൻസ് എടുത്ത് കഴിഞ്ഞാലും ആമസോണിൽ ബിസിനസ് ചെയ്യാം. ആമസോണിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് എമിറേറ്റ്സ് ID വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ഈ ട്രേഡ് ലൈസൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രീ സോണോ അല്ലെങ്കിൽ മെയിൻലാൻഡോ ലൈസൻസ് വെച്ചിട്ട് തുടങ്ങാം. സാധാരണ മൂന്ന് സെല്ലേഴ്സാണ് ആമസോണിൽ ബിസിനസ് ചെയ്യൽ. ഒന്ന് ഹോൾസെയിലർ, ഓൾറെഡി ബിസിനസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഹോൾസെയിൽ പ്രൊഡക്റ്റുകൾ അവർക്ക് ആമസോണിലെ ഇ കൊമേഴ്സിൽ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് റീറ്റെയിൽ ഷോപ്പുകളാണ്. ഓൾറെഡി ബിസിനസ് ഉണ്ട്, ലൈസൻസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കും തന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡുകൾ അവർക്ക് അവരുടെ സെല്ലർ അക്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്യുകയും നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ വരുന്നത് ബ്രാൻഡിങ് ഓണേഴ്സ് ആണ്. ഓൾറെഡി വലിയ വലിയ ബ്രാൻഡുകളാണ് അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ആമസോൺ. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു പെർഫ്യൂം ബ്രാൻഡ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് തന്നെ ഇതാണ്: ഏതെങ്കിലും ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്, ആമസോണോ നൂണോ. ഉദാഹരണത്തിന് പെർഫ്യൂം ഫോർ മെൻ എന്നൊരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് അവിടെ കാണും. അപ്പോൾ അത് ഓൺലൈനിൽ സെയിൽ നടക്കും, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂടും. അതുപോലെ റീറ്റെയിലും ആ സെയിൽസ് നല്ല രൂപത്തിൽ നടക്കും. അങ്ങനെ ബ്രാൻഡ് ഓണേഴ്സും. ഓക്കെ. ഈ മൂന്നും ആളുകളാണ് ആമസോണിൽ മെയിനായിട്ട് സെല് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിലൊന്നും പെടാത്ത ആളുകൾ എങ്ങനെയാണ് ആമസോണിൽ സെല്ല് ചെയ്യുക എന്നതും ഇന്നത്തെ ഒരു സബ്ജക്റ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. സാധാരണ പ്രൊഡക്റ്റിനെ കുറിച്ച് യാതൊരു ക്ലാരിറ്റി ഇല്ല, ഏത് പ്രൊഡക്റ്റ് വെക്കണം എന്നറിയില്ല എന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ട്രേഡിംഗ് ലൈസൻസ് എങ്ങനെയാണ് എടുക്കുക എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാം ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെക്കോർഡ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. UAE ഇ കൊമേഴ്സ് ലൈസൻസ് ക്ലാരിറ്റി സെഷൻ ലൈവ് ക്വസ്റ്റ്യൻ ആൻസറോട് കൂടിയുള്ളതാണ്, മലയാളത്തിലാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പറയുന്നില്ല എങ്ങനെയാണ് ലൈസൻസ് എടുക്കുക, എന്തെല്ലാം വേണം എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. ലൈസൻസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാം UAE മാർക്കറ്റ് പ്ലേസിൽ.
ഓക്കെ. രണ്ടാമത് ലൈസൻസ് എടുത്തു. രണ്ടാമത് വേണ്ടത് ആമസോണിന്റെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ആമസോണിന്റെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആമസോണിന്റെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണം എന്ന് തുടങ്ങുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഹൗ ടു സ്റ്റാർട്ട് ആൻ ആമസോൺ സെല്ലർ അക്കൗണ്ട് UAE. അത് മലയാളത്തിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണാം. കാരണം റിപ്പീറ്റ് ആയതുകൊണ്ട് അത് കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പോൾ സെല്ലർ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നതിനെക്കുറിച്ചും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് കാണാം. ഇനി ലൈസൻസ് കിട്ടി, സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യം പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ആണ്. പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്ലാസ് നമ്മൾ വെക്കുന്നത്. ആമസോണിൽ ബിസിനസ് രജിസ്ട്രേഷൻ ചെയ്തു. പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 ആളുകളും അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. ഏത് പ്രൊഡക്റ്റാണ് ചെയ്യേണ്ടത്, ഏത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് എവിടുന്ന് കിട്ടും, എങ്ങനെയാണ് അത് ലിസ്റ്റ് ചെയ്യുക എന്നെക്കുറിച്ചുള്ള ക്ലാരിറ്റിയും അതിനകത്ത് വരുന്നില്ല. ഇങ്ങനെ കുറേ ആളുകൾ കോളിങ്ങും മെസ്സേജും വരാറുണ്ട്. ഞാൻ ഏത് പ്രൊഡക്റ്റാണ് വെക്കുക, പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടുക എന്നൊക്കെ കുറിച്ചാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ക്ലാസ്സോട് കൂടി അത് ക്ലിയർ ആക്കും. അതിന് വേണ്ടത് പ്രൊഡക്റ്റ് ഹണ്ടിങ് എന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ 4ാമത്തെ സ്റ്റേജിലുള്ള ആളുകളാണ് ഈ പ്രൊഡക്റ്റ് ഹണ്ട് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് ഹണ്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒന്ന് വരുന്നത് ലോക്കൽ മാർക്കറ്റ് എന്നാണ്. ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് കാണാം, എടുക്കാം, പർച്ചേസ് ചെയ്യാം, അങ്ങനെ. പിന്നുള്ളത് ഇന്റർനാഷണൽ മാർക്കറ്റാണ്. പുറത്തുനിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റ് ഹണ്ട് ചെയ്തിട്ട് നേരെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ ആമസോണിൻ്റെ വെയർഹൗസിലോട്ടോ കൊടുക്കുന്ന രൂപത്തിലാണ് പ്രൊഡക്റ്റ് ഹണ്ടിങ് വരുന്നത്. പിന്നെ ഹോൾസെയിലാണ്. ഓൾറെഡി ഹോൾസെയിലുള്ള സ്ഥാപനങ്ങളായിട്ട് നമ്മൾ ടൈപ്പ് ആവുന്നു. അവരേക്ക് നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു, ഓർഡർ വരുമ്പോൾ അതനുസരിച്ച് പിന്നെയും പർച്ചേസ് ചെയ്യുന്നു, ഇങ്ങനെ. പിന്നെ വരുന്നത് വെബ്സൈറ്റുകളാണ്. പ്രൊഡക്റ്റ് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിന് ഉദാഹരണത്തിന് അലിബാബ പോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളിൽ പ്രൊഡക്റ്റ് ഹണ്ട് ചെയ്യാൻ പറ്റുന്ന. പിന്നെ വരുന്നത് ലോക്കൽ മാർക്കറ്റ് ആയതാണ് ഡ്രാഗൺ മാർട്ടാണ്. ഡ്രാഗൺ മാർട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും. അവിടെ നിന്ന് തന്നെ ഇതൊക്കെ വാങ്ങിക്കാം. പക്ഷെ ഇതിനൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് മിനിമം ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത്രയും വലിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്താൽ ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ, ഇത് നടക്കോ ഇല്ലേ, ഒന്ന് ആ ഒരു ടെൻഷനോട് കൂടിയാണ് പല ആളുകളും ബിസിനസ് ചെയ്യാത്തത് കേട്ടോ. നടക്കോ ഇല്ല, ഇന്ത്യൻ പേയ്മെന്റ് പോകുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഉള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഒരു സർക്കിളിൽ ഏതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ആമസോണിൽ ലിസ്റ്റിംഗ് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പോകാം, ഹോൾസെയിലായിട്ടും ഡയറക്റ്റ് കണക്ട് ചെയ്യാം, നല്ല പ്രൈസിൽ പർച്ചേസ് ചെയ്യാം, വെബ്സൈറ്റുകൾ ഉപയോഗിക്കാം. അലിബാബ പോലെയുള്ള ഇഷ്ടംപോലെ വെബ്സൈറ്റുകളുണ്ട് പ്രൊഡക്റ്റ് ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ട്. ഡ്രാഗമാർട്ട് പോയിട്ട് നല്ലൊരു പ്രൈസിൽ അവരേക്ക് ഒന്ന് പർച്ചേസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സീറോ സ്റ്റോക്ക് ആമസോൺ ബിസിനസ് ആണ്. സീറോ സ്റ്റോക്ക് ആമസോൺ ബിസിനസ് ആണ്. എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഒരു ഓർഡർ, പ്രോഫിറ്റോ അതൊന്നും അല്ല ഇവിടെ വിഷയം. ഓർഡർ വരിക എന്നുള്ളതാണ്. ഓർഡർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ആഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതൊരു പ്രോഫിറ്റിലോട്ട് മാറും. ഓക്കെ. ഫസ്റ്റ് വരുന്ന കസ്റ്റമറാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ സീറോ സ്റ്റോക്ക് ആമസോൺ ബിസിനസ് ആണ്. ഓർഡർ വന്നതിന് ശേഷം പ്രൊഡക്റ്റ് വാങ്ങി സെല്ല് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം. കാരണം ഇതിൻ്റെ ഒരു ഷോർട്ട് റീല് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. ഓർഡർ വന്നതിന് ശേഷം മാത്രം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നു, സെല്ല് ചെയ്യുന്നു. ഓക്കെ. എങ്ങനെയാണിത് നടക്കുക? ഡേ ടു ഡേ അല്ലെങ്കിൽ ഗിഫ്റ്റ് ലാൻഡ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ പോകാം. ഹോൾസെയിൽ മാർക്ക് അല്ലേ, ഹോൾസെയിൽ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പോകാം. അവിടുന്ന് പോകുന്നത് എന്താണ്, ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് അതൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ചിട്ട് ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ ആമസോണിൽ ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓർഡർ കൺഫർമേഷൻ ചെയ്യാം. ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം എവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് അവിടെ പോയി പർച്ചേസ് ചെയ്യുക. അതിന് ശേഷം ആമസോണിക്ക് സെൻഡ് ചെയ്യാം. ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബട്ട് എങ്ങനെ ചെയ്യാം, സീറോ സ്റ്റോക്കിൽ എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ചെയ്യാം? ഓക്കെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ഞാൻ ചെയ്തത്, ഇവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു. പ്രൊഡക്റ്റിയുടെ ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് പ്രൊഡക്റ്റ്. കഴിഞ്ഞ ദിവസം കാണിച്ച പ്രൊഡക്റ്റാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തത്, ഞാൻ ChatGPT പോയി ഒരു നല്ലൊരു ഇമേജ്
തരാൻ വേണ്ടിയുള്ള ഒരു പ്രോമിറ്റ് കൊടുത്തു, നല്ലൊരു ഇമേജ് കിട്ടി. അതിൻ്റെ സബ് ഇമേജും കൂടി ഞാൻ ചാറ്റ് ജി പി ടി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നേരെ വരുന്നത് ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ആമസോണിൽ ആ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു. ഇത് ലിസ്റ്റ് ചെയ്തത് 2-ാം തീയതിയാണ്, 2-ാം തീയതി ജൂലൈ 2026. ഇന്നാണ് അത് ലിസ്റ്റ് ചെയ്തത്. ഓക്കെ, ലിസ്റ്റ് ചെയ്തു. അതിന് പിറ്റേ ദിവസം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ഓർഡർ വന്നത് 4-ാം തീയതി. ഓക്കെ, 4-ാം തീയതി രാവിലെ 3:04 AM രാവിലെയാണ് അതിൻ്റെ ഓർഡർ വന്നത്. ഈ ഒരു ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. എന്നിട്ട് ആമസോണിന്റെ കവറിലിട്ട് ഇതുപോലെ പാക്ക് ചെയ്തു, ബില്ലൊക്കെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ആമസോണിന്റെ ആള് വരിക, കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ അപ്പോൾ ഇവിടെ ആ ഒരു സീറോ സ്റ്റോക്കാണ്. കാരണം ഞാൻ ഇവിടെ ഇട്ടത് 10 സ്റ്റോക്കാണ്, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു സ്റ്റോക്കും ഇല്ല. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് പോലും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഏത് പ്രൊഡക്റ്റ് ആണോ ഓർഡർ വരുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് വാങ്ങുന്നു, പാക്ക് ചെയ്യുന്നു, ആമസോണിൻ്റെ ആൾ വരുന്നു, കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ, അല്ലേ, പ്രോഫിറ്റ് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, കാര്യങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് വരുന്നത് ഐറ്റം വില വരുന്നത് 22.50 ദിറംസിനാണ് ഞാൻ സെല്ല് ചെയ്തത്. അപ്പോൾ ഇവിടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, ആമസോണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഷിപ്പിംഗ് ചാർജ്. ഓക്കെ, അപ്പോൾ കസ്റ്റമർക്ക് ടോട്ടൽ വരുന്നത് 32.50 ദിറംസാണ് കസ്റ്റമർക്ക് ടോട്ടൽ വരിക. അപ്പോൾ ആമസോണിൻ്റെ റെഫറൽ ഫീ ഇന്ന് വരുന്നത് ഏകദേശം 4.88 ദിറംസാണ്. ഓക്കെ, ഇനി ബാക്കി എന്തെങ്കിലും ഇതിനകത്ത് എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്കതിന് ടോട്ടൽ കോസ്റ്റ് വന്നത് എത്രയാണ്? 13 ദിറംസാണ് എനിക്ക് കോസ്റ്റ് വന്നത്. 13 ദിറംസിന് വാങ്ങി 22 ദിറംസിന് ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അകത്ത് കൃത്യമായിട്ട് മനസ്സിലാകും ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് വന്നത് എത്രയാണ്. 17.88 ദിറംസാണ് ടോട്ടൽ കോസ്റ്റ് വന്നത്. അതിൽ ഒരു പീസാണ് എനിക്ക് ഓർഡർ വന്നത്. അങ്ങനെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 14.62 ദിറംസ് എനിക്ക് കിട്ടും. ഏകദേശം 44% പ്രോഫിറ്റിലാണ് ആ ഒരു പ്രൊഡക്റ്റ് വെക്കുന്നത്. ഇനി ബാക്കിയുള്ള എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞാലും, ബാക്കി ഒരു മിസ്ലേനിയസ് എക്സ്പെൻസ് അത് ഇതൊക്കെ പറഞ്ഞാലും ഒരു 20-25% എബോ പ്രോഫിറ്റ് ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും. ഇത് ഏകദേശം ഒരു 100 പ്രൊഡക്റ്റ് ആണ് ഒരു മാസം വിൽക്കണമെങ്കിൽ ഏകദേശം 1462 കിട്ടും. അത് ഒരു 500 പ്രൊഡക്റ്റ് ആണ് ഒരു മാസം വിൽക്കണമെങ്കിലോ 7310 ദിറംസ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് മാസം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അതായത് നമ്മൾ ചെയ്തത് ഡേ ടു ഡേ അല്ലെങ്കിൽ ഗിഫ്റ്റ് ലാൻഡ് പോലെയുള്ള വലിയൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തതിന് ശേഷം ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു. ക്രിയേറ്റ് ഇമേജ് കൊടുത്തതിന് ശേഷം നല്ല രൂപത്തിൽ ആമസോണിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണ്. ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഓർഡർ വരാൻ വേണ്ടിയിട്ട്. ഓർഡർ വരുന്നു, ഓർഡർ കൺഫേം ആക്കി ചെയ്യുക. ഓർഡർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ആ പ്രൊഡക്റ്റ് പോയിട്ട് വാങ്ങിക്കുക. ഇപ്പോൾ 200-300 പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സാധനം സ്റ്റോക്ക് ചെയ്യൽ വളരെ വളരെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു തുടക്കംകാർക്ക് എന്നുള്ള നിലക്ക് ഇപ്പോൾ നേരത്തെ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകളെ പറഞ്ഞു. അപ്പോൾ അതിലൊന്നും പെടാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവർക്ക് ഈ പ്രൊഡക്റ്റ് ഹണ്ടിങ്ങോ പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വളരെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനെ കുറിച്ചോ ആലോചിക്കാൻ പോലും കഴിയണില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു തുടക്കം, ഒരു പ്ലാറ്റ്ഫോം എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയും ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതും. ഓക്കെ, അപ്പോൾ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുന്നു, ഷോപ്പിൽ പോകുന്നു, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതിൽ പ്രൈസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുന്നു. നല്ല ആമസോണിൽ ഒരു കവറിൽ പാക്ക് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. അതിനുശേഷം ആമസോണിൻ്റെ ആൾ വിളിക്കും, ഡെലിവറിൻ്റെ ആൾ വിളിക്കും, ലൊക്കേഷൻ ചോദിക്കും, അവർക്ക് കൊടുക്കുന്നു. പിന്നെ ആ ഒരു എമൗണ്ട് ആമസോണിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ആമസോണിൻ്റെ സീറോ സ്റ്റോക്ക് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. കാരണം പല ആളുകൾക്കും ഒരുപാട് സമയം അവരുടെ മുന്നിലുണ്ട്, ഒരുപാട് സമയം അവരുടെ മുന്നിലുണ്ട്. ഓക്കെ, ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാൻ തയ്യാറാണോ? ഒരു മണിക്കൂർ മാറ്റി വെക്കാറുണ്ടോ? നിങ്ങൾക്കും ആമസോണിൽ സെല് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 1 മണിക്കൂർ അത്ര മാറ്റി വെച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ 4-5 കോഴ്സ് ആമസോണിന് പല 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 ആളുകളിലേക്ക് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് സ്റ്റോർ ഉണ്ട്, ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ അവർക്കുള്ളത്. പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം കൺഫ്യൂഷനാണ് അവർക്ക് ആ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്.
ഓക്കെ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതോട് കൂടി കഴിയുമെന്നല്ല. ഇതൊരു ലൈഫ് ടൈം ആക്സസോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിനകത്ത് ഷെയർ ചെയ്യാം, മറ്റുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഒരുപാട് ആമസോണിൽ സെല്ല് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തന്നെ ഓട്ടോമാറ്റിക് ആ ഒരു എനർജി കിട്ടും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലിസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ നല്ല രൂപത്തിൽ ഓർഡർ വരുത്തിക്കാം. ഓക്കെ, അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ മാർക്കറ്റും ഡ്രാഗൺ മാർട്ടും അതുപോലെയുള്ള അലിബാബ പോലെയുള്ള പർച്ചേസ് ചെയ്യുക, ഹോൾസെയിലായിട്ടും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഒരുപാട് മെത്തേഡുകൾ അതിനുണ്ട്. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ആമസോണിൽ സെല്ല് ചെയ്യാൻ റെഡിയാണോ? റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് AMZ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരും. ഓക്കെ, ബൈ.